എംഎൽഎമാർ സഭയിൽ നിന്ന് ചാടിപ്പോകുന്നത് ഒഴിവാക്കാൻ പുതിയ പരിഷ്കാരവുമായി കർണാടക നിയമസഭാ സ്പീക്കർ. എംഎൽഎമാർക്ക് സഭയ്ക്കകത്തു തന്നെ വിശ്രമിക്കുന്നതിന് വേണ്ടി 15 റിക്ലൈനറുകളാണ് വിധാൻ സൗധയിലെ ലോബിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഉച്ചഭക്ഷണത്തിനു ശേഷം പല എംഎൽഎമാരും സഭയിൽ ഹാജരാകാതെ ഇരിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നടപടി. സഭയിൽ എംഎൽഎമാർ പരമാവധി ഹാജരാകുന്നതിനു വേണ്ടി പഠിച്ച പണി 18 നോക്കുകയാണ് കർണാടക നിയമസഭാ സ്പീക്കർ യു.ടി. ഖാദർ. ഈ കാണുന്ന റിക്ലൈനറുകളും അത്തരത്തിലൊരു നീക്കമാണ്. ഉച്ചഭക്ഷണത്തിന് പോകുന്ന എംഎൽഎമാർ പലരും സഭയിലേക്ക് തിരിച്ചെത്തുന്നില്ല. പലരും എംഎൽഎ ഹോസ്റ്റലിലോ സ്വവസതികളിലോ പോയി കിടന്നുറങ്ങാറാണ് പതിവ്. ഇതൊഴിവാക്കുന്നതിനാണ് ഈ റിക്ലൈനറുകൾ ലോബിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിൽ 2 മസാജിംഗ് റിക്ലൈനറുകൾ കൂടിയാണ്. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞുറക്കം പാസാക്കാൻ ഇത് ധാരാളം മതിയെന്നാണ് സ്പീക്കർ പറയുന്നത്. ഇതോടുകൂടി സഭയിൽ എംഎൽഎമാരുടെ ഹാജർ നിരക്ക് കൂടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. And what is wrong when you got recline in the airport, when you recline all the launches in library, getting for rent and giving few of them if you want to rest here, instead of go back to LH and coming back? What is wrong in that? നേരത്തെ ഇതേ ലക്ഷ്യം വെച്ചുകൊണ്ട് എംഎൽഎമാർക്കും മന്ത്രിമാർക്കും വേണ്ടി പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും സഭയിൽ തന്നെ ഒരുക്കി നൽകിയിരുന്നു. ഇതിലൂടെ ഹാജർ നിലയിൽ കാര്യമായി വ്യത്യാസമുണ്ടായി എന്നാണ് സ്പീക്കറുടെ അവകാശവാദം. ഏതായാലും റിക്ലൈനറുകൾ വന്നതോടെ നമ്മുടെ ജനപ്രതിനിധികൾ കൂടുതൽ നേരം സഭയിൽ ഹാജരായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ബംഗളൂരുവിൽ നിന്നും കെ.ബി. ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.